ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മീൻകറി നല്ല ഇതില്ലാത്തതുകൊണ്ട് കാണുന്നില്ല. മീൻകറിയൊക്കെ റെഡി ആയിരിക്കുക. പിന്നെ ചോറ് അരി ഊറ്റിയിട്ടേക്കുക. ചോറും എല്ലാം റെഡി ആയിരിക്കുക. എല്ലാം ഇതാണ്ട് ചോറ് ഇതാക്കിയിട്ടേക്കുന്നു. പിന്നെ ഇനി ഒരു പപ്പടവും പൊള്ളിച്ചൊരു മീനും കൂടെ വറക്കണം. നമ്മുടെ അച്ചാച്ചൻ ദാണ്ട് ഇവിടെ ഇരിക്കുന്നു. അച്ചാച്ചനെ പിന്നെ പോയിട്ട് ഒരു ശകലം ഒട്ടുകറ ഇളക്കി എടുത്തുകൊണ്ട് വന്നു. അച്ചാച്ചൻ അങ്ങനെ ഒരു പണിയുണ്ട്. ഇടയ്ക്ക് ഇറങ്ങിപ്പോയി ഒട്ടുകറയൊക്കെ ഇളക്കിക്കൊണ്ട് വരും. പിന്നെ മഴയൊക്കെ പെയ്ത് കിടക്കുമ്പോഴേ ഇറങ്ങിപ്പോകുന്നത്. നമ്മൾ കാണാത്ത പോലും ഇല്ല പോകുന്നത്. എവിടെയെങ്കിലും തെന്നി വീണ് കഴിഞ്ഞാൽ പണിയാവും. അതൊന്നും പറഞ്ഞ് അച്ചാച്ചൻ കേൾക്കത്തില്ല. ഞാനാണെങ്കിൽ ഇവിടെ കിടന്ന് അലച്ച് ഈ നാട്ടിലുള്ള മൊത്തം മനുഷ്യരും കേട്ടാലും അച്ചാച്ചൻ ചെവി കേൾക്കാത്തതുകൊണ്ട് അച്ചാച്ചൻ കേൾക്കത്തില്ല. കഴിഞ്ഞ ദിവസം അജു അച്ചാച്ചനും കൂടെ പോയെന്ന് പറഞ്ഞില്ലേ, അച്ചാച്ചൻ തലമുടിയൊക്കെ വെട്ടിച്ച് കൊണ്ടുവന്ന്. ഞാനാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് വെട്ടി കൊടുക്കും. എന്നാലും അച്ചാച്ചന് ബാർബർ ഷോപ്പിൽ പോയെന്ന് വെട്ടിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു സന്തോഷമാണ്. അതുകൊണ്ടാണ് പറഞ്ഞ് വിട്ടത്. അല്ലെങ്കിൽ നമുക്ക് എനിക്ക് ഞാനിതിൽ നല്ല സൂപ്പറായിട്ട് തലമുടി വെട്ടുന്ന ആളാണ്. പിന്നെ അച്ചാച്ചൻ്റെ തലമുടിയൊക്കെ ഞാനായിരുന്നു സാധാരണ വെട്ടി കൊടുക്കുന്നതൊക്കെ. അതുകൊണ്ട് ഈ കൊറോണ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ട് കണ്ട് ഒട്ടുകാർ അതുകൊണ്ട് കൊണ്ടിട്ടേക്കുന്നത് കണ്ടോ. അതുകൊണ്ട് ഒട്ടുകാറ കിടക്കുന്നു. അതൊക്കെ ആവുന്ന പോലെ അച്ചാച്ചൻ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അച്ചാച്ചന് കിടക്കാനായിട്ട് അച്ചാച്ചൻ്റെ പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയെല്ലാം റെഡിയാക്കിയിട്ടേക്കും. അങ്ങ് മഴയാണ്, അങ്ങ് പെയ്യും തോരും. ഞാൻ തുണി എടുത്തുകൊണ്ട് ഓടിയും തിരിച്ചു വന്നു. എനിക്ക് വയറുവേദന എടുക്കും. അതുകൊണ്ട് ഞാൻ നിർത്തി. ഞാനെല്ലാം പറക്കി പെരയ്ക്കകത്തിട്ട് അവിടെ കിടക്കട്ടെന്ന് വിചാരിച്ച്. ഇന്നലെ കഴുകിയിട്ട തുണികളാണ്. അജുമോൻ്റെ തുണിയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ അജുമോൻ പിന്നെ ഇതൊക്കെ കൊണ്ടുപോകുമ്പോഴേ അജുമോനെല്ലാം കൊണ്ടുപോകുന്ന സമയത്ത് അജുമോൻ ഇട്ടുകൊണ്ട് പോകുന്ന പാൻറ്റ് ഇതൊക്കെ ഉണങ്ങാൻ ഇച്ചിരി ഭയങ്കര പാടുള്ള ഒരു പാൻറ്റാണ് ഈ പാൻറ്റൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇതിലത്തേക്ക് ഇട്ടുകൊണ്ടാണ് പിന്നെ ഇതുപോലെ പോകുന്നത്. അതൊക്കെയാണ് പിന്നെ അതിന് ഒരു 3-4 ഷർട്ടുകളുണ്ട്. അതുമൊക്കെ ഇതൊക്കെ ഹരിയേട്ടൻ തയ്ച്ചു കൊടുത്ത ഷർട്ടാണ്. ഇവന് അജുവിന് ഏതാണ്ട് ഈ ഷർട്ടുകളൊക്കെ ഇടുമ്പോഴാണ് കൂടുതൽ സന്തോഷം വരുന്നത് കേട്ടോ. ഈ ഷർട്ടുകളൊക്കെ ഇടുമ്പോഴാണ് അജുമോന് കൂടുതൽ അവനൊരു കോൺഫിഡൻസ് ലെവൽ കിട്ടുന്നത്. അതിടുമ്പോൾ അവനൊരു എന്തോ ഒരു പ്രത്യേകതയാണെന്നാണ് പറയുന്നത്. അമ്മച്ചി താണ്ടിരിക്കുന്നത്. അമ്മച്ചിയുടെ ഫോട്ടോ എല്ലാം അങ്ങ് ഈ ക്രാച്ചസൊക്കെ വീണ് എന്താണെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെ വീണെന്നും എനിക്കറിയത്തില്ല. അങ്ങ് വീണ് ഒരുമാതിരിയായിരിക്കും. അജു പറയുന്നുണ്ട് ഇതൊന്ന് പിന്നെ ഒന്നുകൂടെ ഒന്ന് കൊടുത്തിട്ടൊന്ന് വരച്ച് നല്ലതായിട്ട് എടുക്കണമെന്ന് പറയുന്നുണ്ട് അമ്മച്ചി. ഞാൻ ഇടയ്ക്കെല്ലാം കാണിക്കുന്നത് എൻ്റെ അമ്മയുടെ പേര് ശാന്തമ്മയെന്നാണെന്നും ഒക്കെ ഞാൻ പറയാറുണ്ട്. ഞങ്ങളെ വളർത്തിയതും എന്തോ കഷ്ടപ്പെട്ടാണെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചിക്ക് പ്ലാന്റേഷനിൽ ജോലിയുള്ളത് കൊണ്ട് അമ്മച്ചി വെളുപ്പിനെ അങ്ങ് പോവല്ലോ. അച്ചാച്ചനാണ് ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പിന്നെ ഒന്നും അച്ചാച്ചനെ വിട്ട് ഒരു കളിക്ക് നിൽക്കാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനത്തെ അച്ചാച്ചൻ അതുപോലെ നമ്മളെ വളർത്തിയിട്ടുള്ളത്. അറിയാം, ഓരോ അമ്മമാർക്കും അറിയാം എന്തുമാത്രം പാടുപെട്ടാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതെന്ന്. അതുപോലെ പ്രസവിച്ച് 28 ദിവസം കഴിഞ്ഞ് 29ാമത്തെ ദിവസം മുതൽ അമ്മച്ചി പിന്നെ കണക്ക് അവിടെ എഴുതി കൊടുത്തത് തെറ്റിപ്പോയപ്പോഴത്തേന് പിന്നെ അമ്മച്ചി പിന്നെ 1-2 മാസം തെറ്റിച്ചെങ്ങാണ്ടാണ് കണക്ക് എഴുതി കൊടുത്തത് അവിടെ. അതുകൊണ്ട് അമ്മച്ചിക്ക് പെട്ടെന്ന് പോവേണ്ടി വന്നു. പിന്നെ പെട്ടെന്ന് അമ്മച്ചിക്ക് പ്ലാന്റേഷനിൽ ഒരു ദിവസമാണ് പോയി കാണത്തേ ഉള്ളൂ. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി. 7 ദിവസം കഴിഞ്ഞാൽ പിന്നെ മെഡിക്കൽ എടുക്കണം. അതുകൊണ്ട് അവർ നേരത്തെ പിന്നെ 5-6 ദിവസം വീട്ടിലിരുന്ന് കാണും. അങ്ങനെ ആ ഒരു ദിവസം 29ാമത്തെ ദിവസം അച്ചാച്ചന് എത്ര പാടുപെട്ട് കാണുമായിരിക്കും എന്നെ നോക്കാനെന്ന് ഓർത്തോണമേ. പിന്നെ കണ്ടോ, നമ്മുടെ അച്ചാച്ചൻ കുളിയും കഴിഞ്ഞിട്ട് താണ്ട കയറി വരുന്നു. നോക്കി നിൽക്കുക, എന്തുവോ ഏതാണെന്നും പറഞ്ഞ് നോക്കി നിൽക്കുക. ഇനി അച്ചാച്ചന് ഉടുക്കാനൊരു നല്ല മുണ്ട എടുത്ത് കൊടുക്കട്ടെ. അപ്പം നമ്മുടെ അച്ചാച്ചൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുക. എന്തുമായിരിക്കും അടുത്ത് വന്നതെന്ന് പറയുന്നതെന്ന് അച്ചാച്ചൻ ഒന്ന് നോക്കിയിട്ടിരുന്ന് കഴിക്കുക. അതുകൊണ്ട് 2 പപ്പടം, ചൂരക്കറി, ഒരു കഷ്ണം ചൂരയും ഇച്ചിരി ചാറും, പിന്നെ ഇത് ഇഞ്ചിക്കറി. നമ്മുടെ ഇവിടുത്തെ പത്തനംതിട്ട ഉണ്ടാക്കുന്ന ഇഞ്ചിക്കറി ഉണ്ടല്ലോ, ഇഞ്ചിക്കറി, പിന്നെ ഒരു മീൻ വറുത്തത്. ഇത്രയേ ഉള്ളൂ. അതൊക്കെ കൂട്ടിയിട്ട് അച്ചാച്ചൻ ഇച്ചിരി ചോറുണ്ണുക. അച്ചാച്ചൻ ഉച്ചയ്ക്ക് ചോറ് അങ്ങനെ ഉണ്ണാറേ ഇല്ല കേട്ടോ. ചോറ് കഴിക്കത്തില്ല. പിന്നെ ഇന്ന് ഇച്ചിരി ചോറ് കഴിക്കുക. കുളിച്ചിട്ടൊക്കെ വന്നിരുന്ന് ഞങ്ങൾ രാവിലെ അവലായിരുന്നു നിന്നത് കേട്ടോ. അവൽ നനച്ചിട്ട് ബാക്കി അവൽ തണ്ടിപ്പോഴും ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. ഇന്ന് ഇതായിരുന്നു, ഇച്ചിരി കുറച്ചേ കഴിച്ചുള്ളൂ. ഒന്ന് ചായക്കൊന്ന് വെറുതെ ഒന്ന് കടിക്കാനും മാത്രം. അതുകൊണ്ട് ഇപ്പം ഉച്ചയ്ക്ക് സുഖസുന്ദരമായിട്ട് ഇപ്പോൾ 1:15 കേട്ടോ ഇരുന്നിട്ട് ചോറ് കഴിക്കുന്നുണ്ട്. കുളിയും കഴിഞ്ഞിട്ട് വന്ന് ചോറ് കഴിക്കാനായിട്ട് വന്നിരിക്കുക. അല്ലായിരുന്നു കഴിക്കുന്നു.
എന്തോ ചെയ്യണം എന്നറിയാതിരിക്കുന്ന അച്ചാച്ചനെ കണ്ടോ? എന്തോ ചെയ്യണം എന്നാണ് നോക്കുന്നത്. എങ്ങനെ തിന്നണം എന്നൊക്കെ നോക്കുക. ചോറിന് ചൂടുണ്ട് കേട്ടോ. ഇന്നത്തെ കാലാവസ്ഥ കൊള്ളത്തില്ല കേട്ടോ. പന്ന കാലാവസ്ഥ. ഇന്നത്തെ കാലാവസ്ഥ ഞാൻ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ അച്ചാച്ചൻ വിചാരിക്കും അച്ചാച്ചനോട് എന്തെങ്കിലും പറയുവാന്നോന്ന്. അച്ചാച്ചൻ ഇത് കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ആണെങ്കിലേ എന്തോ പറയേണ്ടെന്നേ, പിന്നെ ഞാൻ പറയാൻ തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അജിക്കുട്ടൻ്റെ കാര്യം കേട്ടോ. അജിക്കുട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സ്പെഷ്യൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങൾ ഇതിൽ കൂടെയൊക്കെ കണ്ട് മാത്രം കുറച്ച് നേരം ഇച്ചിരി നേരം കണ്ട് അറിയുന്ന അജുവിനെയാണ്. പക്ഷേ അജുവിനെ പിന്നെ അല്ലാതെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. നല്ല സ്നേഹമുള്ള ഒരു കുഞ്ഞ്. പ്രായമുള്ളവരോടൊക്കെ ഭയങ്കര ഇഷ്ടം. എന്തെങ്കിലും അവനും കൂടി ഇഷ്ടമുള്ള ഒരു പ്രായമുള്ള ഒരാൾ അവനോട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതെന്നുണ്ടെങ്കിൽ അജുമോൻ ഉടനെ തന്നെ എത്ര സമയമില്ലെങ്കിലും ഓടി ചെന്നിട്ട് അവന് ആ കാര്യം സാധിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ. പിന്നെ പപ്പടം കൊടുക്കുമ്പം അജു നല്ല ഇച്ചിരി പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെ ആയിരിക്കും പോകുന്നത്. ചില സമയങ്ങളിൽ 1 രൂപ കുറവുള്ളവരൊക്കെ കാണും. ചിലപ്പോൾ 2 രൂപ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കയ്യിൽ കാശില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അജുമോൻ പറയും കുഴപ്പമില്ല, ഉള്ളത് തന്നാൽ മതി എന്ന് പറയും. ചിലപ്പോൾ അജുമോൻ പപ്പടം മേടിക്കുമ്പം മേടിക്കുന്ന ആൾക്കാർ ചിലപ്പം മേടിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ അവൻ്റെ കയ്യിൽ കൊടുക്കും. ഞാൻ അന്നേരം പറയും അങ്ങനെ മേടിക്കരുത്, ആദ്യത്തിൽ പൈസ വന്നു കഴിഞ്ഞാൽ അത് മേടിക്കരുത് മോനെ, അത് തിരിച്ചു കൊടുത്തേക്കണം എന്ന് പറഞ്ഞ് ഇന്നലെ ആരോ പൈസ കൊടുത്തപ്പോൾ ഒരിച്ചിരി പൈസയും കൂടെ കൊടുത്തെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു നമ്മൾ കൊടുക്കുന്ന സാധനം എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനത്തിന് കിട്ടുന്ന പൈസ മാത്രമേ മേടിക്കാവെന്ന് പറഞ്ഞു. മഴ പെയ്യുന്നേ, ഞാൻ മുറ്റത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി നിന്നു, ഇങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട് കയറി നിന്ന് കേട്ടോ. എപ്പോഴും അങ്ങ് മഴ. ഇന്നത്തെ ദിവസം ഇങ്ങനെ മഴ ചാറി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നമ്മുടെ അജിക്കുട്ടനെ കുറിച്ച് പറയുക. അവന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ഹരിയേട്ടന് ഇല്ലായിരുന്നു. അവന് ഭയങ്കര സങ്കടമായിരുന്നു. എൻ്റെ അച്ഛന് വയ്യ ഇതാന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടം. എനിക്ക് വയ്യാത്തതുകൊണ്ടാണല്ലേ നമുക്ക് ഇത്രയും പ്രയാസങ്ങളെല്ലാം വന്നു പോയത്. അല്ലെങ്കിൽ ഒരു പ്രയാസമില്ല. ഇപ്പോൾ എന്നേ ഹരിയേട്ടൻ വീട് വെക്കുകയോ എല്ലാം ചെയ്ത് തന്നെയായിരുന്നു. 2013 മുതൽ എനിക്ക് സുഖമില്ലാതെ ഹരിയേട്ടൻ ഇതിൻ്റെ പുറകെ തന്നെ ഓട്ടമോ. പിന്നെ അപ്പം അമ്മയ്ക്ക് 76 വയസ്സായി. പിന്നെ ഹരിയേട്ടൻ്റെ അമ്മ പിന്നെ ഇപ്പോൾ ഇവിടെ അല്ലല്ലോ, പിന്നെ ഹരിയേട്ടൻ്റെ അമ്മ പിന്നെ ഉള്ളത് മലപ്പുറത്താണല്ലോ. പിന്നെ ഹരിയേട്ടൻ്റെ അമ്മ മലപ്പുറത്താണ് ഉള്ളത്. ഏട്ടന്മാരുടെ കൂടെ അമ്മ താമസിക്കുന്നത്. നമ്മുടെ വീട് എല്ലാം പിന്നെ വെറുതെ അടച്ചിട്ടേക്കുക അവിടെ, മലപ്പുറത്തെ വീട്. അപ്പോൾ അത് പിന്നെ അച്ഛൻ പണ്ട് കാലത്ത് വെച്ച വീടായിരുന്നു. പിന്നെ ആ വീടൊക്കെ ഇപ്പം പിന്നെ ഇങ്ങനെ അടച്ചൊക്കെ ഇട്ടിട്ട് അതെല്ലാം ചെതലൊക്കെ കയറി ഇങ്ങനെയൊക്കെ ഇരിക്കുക. അങ്ങനെ ആരും താമസിക്കാനില്ല. ഹരിയേട്ടൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരു വീട് വെക്കണമെന്നുള്ള ആഗ്രഹം അമ്മ അങ്ങനെ നല്ലൊരു വീട് വെച്ച് അതിൽ താമസിപ്പിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഹരിയേട്ടന് ഒരുപാട് വർഷം കൊണ്ട്. അന്നേരം നമുക്ക് ഈ പ്രയാസങ്ങളും ഈ അസുഖം കാരണമാണ് നമുക്ക് കടങ്ങളും എല്ലാം കയറിയത്. അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അജുവിൻ്റെ മനസ്സിനകത്ത് ഭയങ്കര ആഗ്രഹം. അവൻ്റെ അച്ഛന് വിഷമം വരുന്ന ഒരു കാര്യവും ചെയ്യുന്നതും ഇഷ്ടമല്ല. അവൻ്റെ അച്ഛന് വിഷമമെന്ന് കേൾക്കുന്നതൊന്നും അവന് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ പിന്നെ അവനെന്നും അവൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്നും അവൻ പറയും നമ്മളെല്ലാം നമ്മുടെ എന്ത് കഷ്ടപ്പെട്ടാൽ നമ്മുടെ അമ്മയും അച്ഛനും നമ്മളെ വളർത്തി നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ. നമ്മുടെ സ്വന്തം അമ്മയോടും അച്ഛനോടും നമുക്കൊരു പ്രത്യേക സ്നേഹമുണ്ടല്ലോ. പെൺപിള്ളേർക്കാണെങ്കിൽ അച്ഛനോടായിരിക്കും കൂടുതൽ സ്നേഹം. അജുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ വിഷമിപ്പിക്കരുതെന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ അമ്മച്ചിക്ക് വയ്യാത്തതുകൊണ്ട് അമ്മച്ചിയെ സംരക്ഷിക്കണം, അച്ചാച്ചന് വേണ്ടുന്ന കൊടുക്കണം. അതിനേക്കാളെല്ലാം കൂടുതൽ അവൻ്റെ വർഷങ്ങൾ കൊണ്ടുള്ള ഒരു ആഗ്രഹം അച്ചമ്മയ്ക്കൊരു കൊച്ചു വീട്. അവനെപ്പോഴും പറയും അച്ചമ്മയ്ക്കൊരു കൊച്ചു വീട്. അത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നും ഓരോ സ്ഥാപനത്തിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പേര് പോലെ എനിക്കപ്പം തോന്നുന്നു. ഇവനിങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും, എന്ത് വായിച്ചു ആലോചിക്കുന്നത്, ഇങ്ങനെ ഇരിക്കും. അന്നേരം ഞാൻ എന്ത് വായിച്ചു നീ ആലോചിക്കുന്നത്? അപ്പോൾ അവൻ പറയും അച്ചമ്മയ്ക്കൊരു കൊച്ചു വീട്. പക്ഷെ കുഞ്ഞു മനസ്സിനകത്ത് ആഗ്രഹവും അവനെയും കൊണ്ട് പെട്ടെന്നൊന്നും സാധിക്കാനൊക്കത്തില്ല. എന്നാലും അവൻ്റെ മനസ്സിനകത്ത് ഭയങ്കര ഒരു ആഗ്രഹം അച്ചമ്മയ്ക്കൊരു കൊച്ചു വീട്. എൻ്റെ അച്ഛനെ എന്ത് കഷ്ടപ്പെട്ട് വളർത്തിയത് അമ്മച്ചി അച്ചമ്മ. അച്ഛൻ പറയാറുണ്ടല്ലോ അങ്ങനെ വളർത്തിയേ ഞങ്ങളെ അത്രയും കഷ്ടപ്പെട്ടാണ് വളർത്തിയതെന്ന് പറയും. ഓരോ കാര്യവും ഹരിയേട്ടൻ പറയുമ്പോൾ നമ്മൾ സിനിമ കാണുന്ന പോലെ ഞങ്ങളത് കേട്ടുകൊണ്ടിരിക്കും. നമ്മുടെ കൊച്ചുനാളിലെ കാര്യങ്ങൾ നമ്മൾ പറയത്തില്ലയോ അതുപോലെ ഹരിയേട്ടൻ്റെ ചെറുപ്പത്തിൽ ഹരിയേട്ടനെ വളർത്തിയതും ഓരോ കാര്യങ്ങൾ പറയും. ഒരുപാടുണ്ട് പറയാൻ. അതെല്ലാം പറയുമ്പോൾ അജുവിനതെല്ലാം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അജു പറയും അത്രയും കഷ്ടപ്പെട്ടല്ലായിരുന്നു അച്ചമ്മ വളർത്തിയത്. ഹരിയേട്ടൻ്റെ വീട്ടിൽ 5 മക്കളാണ്. 3
ആൺകുട്ടികളും 2 പെൺകുട്ടികളും ഹരിയേട്ടൻ്റെ വീട്ടിലുള്ളത്. അപ്പം പിന്നെ നോക്കുന്നത് 2 ഏട്ടന്മാരും 2 ഏട്ടന്മാരുടെ വീട്ടിലും കൂടെ അമ്മ നിൽക്കുന്നത്. 2 ഇടത്തും പോവും. വലിയ ഏട്ടൻ്റെ വീട്ടിൽ അമ്മ താമസിക്കും, ചെറിയ ഏട്ടൻ്റെ വീട്ടിലോട്ട് അമ്മ പോവും. അങ്ങനെയാണ് നിൽക്കുന്നത്. പിന്നെ നമ്മളിവിടെ ആയതുകൊണ്ട് അപ്പം എല്ലാവരും ചോദിക്കും, നിനക്കെന്താ പോയി നോക്കരുതോ എന്ന് ചോദിക്കും. നമ്മുടെ അച്ചാച്ചൻ ഈ നാട്ടിൽ ജനിച്ച് വളർന്ന ആളായതുകൊണ്ട്, ഇത്രയും വയസ്സുള്ളതുകൊണ്ട് അച്ചാച്ചൻ ഈ നാട് വിട്ട് എങ്ങോട്ട് പോകാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് വലിച്ച് പറിച്ച് എടുത്തുകൊണ്ട് പോകുന്ന പോലെ നമ്മുടെ അച്ചാച്ചനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഒക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോയി നിൽക്കാത്തത്. അങ്ങോട്ട് പോയി എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, അജുമോന് അതിനേക്കാളും ആഗ്രഹമുണ്ട്. പക്ഷേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അച്ചാച്ചനെ ഞങ്ങളെ അത്രയും കഷ്ടപ്പെട്ട് അതുപോലെ ഞങ്ങളുടെ അച്ചാച്ചൻ വളർത്തിയത് കൊണ്ട് എനിക്ക് വലിച്ചു പറിച്ചുകൊണ്ട് പോകുന്ന പോലെ അച്ചാച്ചനെയും കൊണ്ട് അങ്ങനെ പോകാനൊക്കാത്ത ആ ഒരു സന്ദർഭം അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട്. കാരണം അച്ചാച്ചൻ ഇത്രയും വയസ്സായില്ലയോ, അതുകൊണ്ടാണ് നമ്മുടെ അച്ചാച്ചനെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് അവിടെ കൊണ്ടുവന്ന അച്ചാച്ചനെയും കൊണ്ട് പോവാത്തത്. അവിടെ ഒരു വീട് ഇങ്ങനെ അടച്ച് ഇങ്ങനെ ഇട്ടേക്കുക. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ അജുവിൻ്റെ മനസ്സിനെക്കുറിച്ച് പറയാനാണ് എത്ര പറഞ്ഞാലും തീരത്തില്ല കേട്ടോ. ഞാൻ എപ്പോഴും അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടും ചീത്ത പറഞ്ഞുകൊണ്ടെല്ലാം ഇരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതായിരിക്കത്തില്ല അവൻ ചെയ്യുന്നത്, അവനിഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും അവൻ ചെയ്യുന്നത് കേട്ടോ. അവനെന്തുവാ ആ നിമിഷം തോന്നുന്നതെന്ന് വെച്ചാൽ അതാ അജുമോൻ ചെയ്യുന്നത്. എൻ്റെ ആഗ്രഹം അതായിരിക്കത്തില്ല. ഞാൻ പറയും വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിരിക്കും, പക്ഷേ അവൻ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്തിട്ടേ അവൻ ഇതാവത്തുള്ളൂ. അവനിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, മുട്ട കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് എൻ്റെ കുഞ്ഞ് പപ്പടം കൊണ്ടുവന്ന് കൊടുത്തിട്ട് നമ്മുടെ വീട്ടിലുള്ള ഓരോരോ കാര്യങ്ങളും സാധിക്കാനായിട്ട് അവൻ ഒത്തിരിയും കഷ്ടപ്പെടുക കേട്ടോ. ഒത്തിരിയും അവൻ പറയുന്ന അവനൊന്നും ഒരു കഷ്ടപ്പാടേ അല്ലെന്ന് പറയും. പക്ഷേ ഞാൻ അവൻ്റെ മുന്നിലൊന്നും പറയുകയൊന്നും ചെയ്യത്തില്ല, കരയുകയോ വിഷമിക്കുകയൊന്നും ചെയ്യാറില്ല. അവനെന്തോ പറയുന്നു, അവൻ്റെ ഒരു ഹോബി അതുപോലെ അതും കൊണ്ട് എടുക്കും. പക്ഷെ എൻ്റെ മനസ്സിനകത്ത് നമുക്കൊരു ഒരു വിഷമം മനസ്സിനകത്ത്. കുഞ്ഞിങ്ങനെ എല്ലാവരോടും പപ്പടം വേണമെന്നൊക്കെ ചോദിച്ച് കൊണ്ടുവന്ന് കൊടുക്കത്തില്ലേ, അതിനെന്തുവാന്ന് അവൻ ചോദിക്കുന്നത്, അത് നല്ലതല്ലയോ എന്നാണ് എൻ്റെ കുഞ്ഞ് ചോദിക്കുന്നത്. താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമൻറ്റ് അയക്കാൻ മറക്കല്ലേ.